മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുകയാണ്. പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നതാണ് പലരും ദർശനത്തിനായി പുല്ലുമേട് പാത തിരഞ്ഞെടുക്കുവാൻ കാരണം. പാതയിലെ കാനന ഭംഗിയും മറ്റൊരു പ്രധാന ആകർഷണമാണ്. പുല്ലുമേട് വഴി പരമാവധി 2500-നും 3000-നും ഇടയിൽ തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് മുൻവർഷങ്ങളിൽ എത്തിയിരുന്നത്. എന്നാൽ ഈ തീർത്ഥാടന കാലത്ത് പല ദിവസങ്ങളിലും 5000-ന് മുകളിലാണ് പുല്ലുമേട് വഴി സന്നിധാനത്തെത്തുന്നവരുടെ കണക്ക്. ശനിയാഴ്ച മാത്രം 5340 പേരാണ് ഈ വഴി ദർശനത്തിനെത്തിയത്. പലപ്പോഴും തിരക്ക് മൂലം പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തുവാൻ 8-10 മണിക്കൂറാണ് കാത്തു നിൽക്കേണ്ടി വരുന്നത്. ക്യൂ നിൽക്കാതെ സന്നിധാനത്ത് എത്താൻ കഴിയുന്നതാണ് പുല്ലുമേട് വഴിയുള്ള പാത തിരഞ്ഞെടുക്കുവാൻ കാരണം. ഇങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ ശീലിച്ചു പോയി. നമ്മളിപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ പമ്പയിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ മതി കയറാൻ വേണ്ടി. പക്ഷേ നമ്മളിങ്ങനെ നടന്ന് എല്ലാ വർഷവും അങ്ങനെയാണ് വരുന്നത്. തിരക്ക് കുറവായതുകൊണ്ടാണ് ഇതിലേ വന്നത്. അപ്പോൾ ഇതിലേ വരുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ട്. ഇവിടെ ഈ വയലൂടെ വരുമ്പോൾ വെള്ളമൊക്കെ കുറവാണ്. ആദ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വെള്ളം, ഫോറസ്റ്റുകാരൊക്കെ വെള്ളം ഇതൊക്കെ ഉണ്ടായിരുന്നു കഞ്ഞിയൊക്കെ. ഇതിനിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവ് നല്ല ഇതിൽ காணிக்குന്നുണ്ട് ബൈക്ക് വരുമ്പോൾ. பாதையில் பெருவழியில் வருவோம். இந்த தடவை பம்பையில் கும்பலாக இருக்குன்னு சொல்லிட்டு இந்த பாதை வந்தோம். கொஞ்சம் ஃபஸ்ட் டைம் வரவங்களுக்கு கொஞ்சம் கஷ்டமாக இருந்துச்சு. நான் முன்னாடியே வந்தனால ஓகே. രാവിലെ 7 മുതൽ ഉച്ച കഴിഞ്ഞ് 2 മണി വരെയാണ് പുല്ലുമേട്ടിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രവേശനം. വനം വകുപ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ പാത. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരു ഭയങ്കര നല്ല തിരക്കാണ്. ഒരു 3000-ന് മുകളിൽ ആൾക്കാർ ഈ കാനനപാതയിലൂടെ കടന്നു വരുന്നുണ്ട്. പമ്പയിലല്ല സന്നിധാനത്തേക്ക് നേരിട്ട് എത്തിച്ചേരുന്ന ഒരു പ്രധാനപ്പെട്ട കാനനപാതയാണ് ഇത്. അതുകൊണ്ട് വളരെയേറെ തിരക്ക് ഇപ്പോൾ ഈ പാത വഴി വരുന്നുണ്ട്. കാനന ഭംഗിയാണ് ഈ പാത തിരഞ്ഞെടുക്കുവാൻ തീർത്ഥാടകരെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഓരോ വർഷവും പിന്നിടുമ്പോൾ പുല്ലുമേട്ടിലൂടെ സഞ്ചരിച്ച് മലയിറങ്ങി അയ്യപ്പനെ കണ്ട് മലയിറങ്ങി മടങ്ങാനുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. കാനനപ്പാതയിൽ നിന്നും ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്.